വനത്തിനുള്ളിലെ കനത്ത മഴയെ തുടർന്ന് കാട്ടുചോല ഗതിമാറിയൊഴുകി. ഇതേ തുടർന്ന് അമരമ്പലം പഞ്ചായത്തിലെ TK കോളനിയിൽ വീടുകളിൽ വെള്ളം കയറി. 12 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. TK കോളനി ചാക്കോ കോളനിയിലാണ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. സൈലന്റ് വാലി ബഫർ സോണിലെ കനത്ത മഴയെ തുടർന്നാണ് വനത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്ന കാട്ടുചോലയിലൂടെ മലവെള്ളം ഇരച്ചെത്തിയത്. ഇതേ തുടർന്നാണ് ചോലവെള്ളം ഒഴുകിയിരുന്ന തോട് ഗതിമാറി ഒഴുകിയത്. വീടുകൾക്കും കൃഷിയിടത്തിലൂടെയും എത്തിയ മലവെള്ളത്തെ തുടർന്ന് ഭീഷണിയിലായ കുടുംബങ്ങളെയാണ് പഞ്ചായത്ത് റവന്യൂ അധികൃതരെത്തി ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ശക്തമായ മഴയിൽ കോട്ടപ്പുഴയിലും ക്രമാതീതമായി ജലനിരപ്പ് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഒളർവട്ടത്തെ ഒരു കുടുംബത്തെയും TK കോളനി പാലത്തിന് സമീപത്തുള്ള 2 കുടുംബത്തെയും കൂടി മാറ്റിപ്പാർപ്പിച്ചു. അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP അഫീഫ, അമരമ്പലം വില്ലേജ് ഓഫീസർ NV ഷിബു, പഞ്ചായത്ത് സെക്രട്ടറി KC ബിനു, പഞ്ചായത്ത് മെമ്പർമാർ, ജീവനക്കാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചത്. കോട്ടപ്പുഴയോരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കനത്ത മഴയാണ്. നമ്മൾ അമരമ്പലം പഞ്ചായത്ത് നിലമ്പൂര് മൊത്തം കനത്ത മഴയാണ്. ഇതാണ് നമ്മുടെ TK കോളനി കോട്ടപ്പുഴയുടെ അവസ്ഥ. ഇതിനോട് ചാരിയിട്ട് ഒരു വീതി പറഞ്ഞ അമ്മ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. അപ്പോൾ വാർഡ് മെമ്പർ വിളിക്കുന്ന അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസറും നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സലാമാക്ക, കുട്ടമ്മാഷ്, ബിനു, പിന്നെ നമ്മളെ ബാലേട്ടൻ അടക്കമുള്ള ആളുകൾ ഇന്നിവിടെ വന്നിട്ട് ഇവരെ മാറ്റി താമസിപ്പിക്കാൻ ആണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവരെ ഞങ്ങൾ കൂടെ കൊണ്ടുപോകും. കുറച്ച് മഴ ശമനം ഉണ്ടായിരുന്നെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും തീവ്രമായ മഴയാണ് അമരമ്പലം പഞ്ചായത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒളർവട്ടം ഭാഗത്ത് പുഴയ്ക്ക് ഏറ്റവും ചേർന്ന്, പുഴയുടെ തീരത്തോട് ചേർന്ന് താമസിക്കുന്ന ഒളർവട്ടത്ത് താമസിക്കുന്ന നീലിയമ്മ എന്നവരെ അവരുടെ വീടിനോട് ചേർന്നാണ് പുഴ ഒഴുകുന്നത്. പുഴയിൽ നല്ല തോതിൽ വെള്ളമുണ്ട്. ഈ സാഹചര്യത്തിൽ ഇതിലൂടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് കണ്ട് അവരെ അവരുടെ മക്കളുടെ വീട്ടിലേക്ക്. ന്യൂസ് നൗ പൂക്കോട്ടുംപടം.